പുതുവത്സരം ആദ്യമെത്തിയത് എവിടെ? പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമായ കിരിബാത്തി ദ്വീപിൽ. ആഗോള കുടുംബദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 1. കേരളത്തിൽ ബസ്സുകൾ എവിടെയെത്തിയെന്ന് കണ്ടെത്തുവാനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുമുള്ള സംവിധാനമായ ചലോ ആപ്പ് ആരംഭിക്കുന്നത്? KSRTC. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 ശ്രീ ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉല്ലല ബാബു. സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാര തുക എത്ര? 60,000 രൂപ. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി? ടാറ്റ മെമ്മോറിയൽ ആശുപത്രി, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് എവിടെ? ദ്വാരക, ഗുജറാത്ത്. രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? കോട്ടയം. ഫെഫ്ക സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സിബി മലയിൽ. ഫെഫ്ക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? പി ഉണ്ണികൃഷ്ണൻ. ഉപഭോക്താക്കൾക്ക് നൽകുന്ന പരാതിയിൽ RBIയുടെ നിയന്ത്രണത്തിനുള്ള ധനകാര്യ സ്ഥാപനങ്ങളും അവയുടെ ഓംബുഡ്സ്മാനും പരാതി കിട്ടി അന്തിമ തീരുമാനം അറിയിക്കേണ്ടത് എത്ര ദിവസത്തിനകമാണ്? 30 ദിവസത്തിനകം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പിന്റെ പേര്? ഉത്സവം. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ പ്രശസ്ത ബോളിവുഡ് അഭിനേത്രി ആര്? ദീപിക പദുക്കോൺ. 2024 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്? വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. മികച്ച കഥ നോവലിനുള്ള കേരള ബാലസാഹിത്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 പുരസ്കാരം നേടിയത് ആരാണ്? KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയതാര്? ദിവാകരൻ വിഷ്ണുമംഗലം. വെള്ള ബലൂൺ. മികച്ച ജീവചരിത്രം ആത്മകഥയ്ക്കുള്ള പുരസ്കാരം നേടിയത്? സെബാസ്റ്റ്യൻ പള്ളിത്തോട്. മികച്ച വിവർത്തനം പുനരാഖ്യാനത്തിനുള്ള പുരസ്കാരം നേടിയത്? ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാര്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനായിരുന്ന വ്യക്തി? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. 2023 ഡിസംബറിൽ ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്തുവാൻ ഈ വർഷം ടൊറന്റോയിൽ സംഘടിപ്പിക്കുന്ന കാൻഡിഡേറ്റഡ് ടൂർണമെന്റിന് ഇന്ത്യയിൽ നിന്നും യോഗ്യത നേടിയ താരം? ടി ഗുഗേഷ്. നേരത്തെ യോഗ്യത നേടിയിരുന്ന താരങ്ങൾ ആരെല്ലാമാണ്? ആർ പ്രജ്ഞാനന്ദ, വിദിത് സന്തോഷ് ഗുജറാത്തി. 3 ഇന്ത്യക്കാർ ഒരേ സമയം കാൻഡിഡേറ്റ്സിൽ പങ്കെടുക്കുന്നത് ഇത് എത്രാം തവണയാണ്? ആദ്യ തവണ. അടുത്തിടെ YSR കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന മുൻ ക്രിക്കറ്റ് താരമാര്? അമ്പാട്ടി റായിഡു. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുവാൻ ഉത്തരവിട്ട ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിനായി പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാര്? ഡേവിഡ് വാർണർ. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റ് വേദി? മഹാരാഷ്ട്ര. 2023 ദേശീയ സ്കൂൾ സീനിയേഴ്സ് അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ സംസ്ഥാനം? കേരളം. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേര്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിന്റെ വാഹനം? PSLV C-58.
ISROയുടെ എത്രാം PSLV ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്? 60. PSLV C-58ന്റെ ഭാരം എത്ര? 469 കിലോഗ്രാം. ഇതിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. എക്സ്പോസാറ്റ് മിഷൻ ഡയറക്ടർ M. ജയകുമാർ. 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യമേത്? ജപ്പാൻ. 7.6 തീവ്രത. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങൾ ഒരുമിച്ച് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്പിന്റെ പേര്? K-സ്മാർട്ട്. K-സ്മാർട്ട് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയും? മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? S. ശ്രീകലാം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയായ ജില്ല? കൊല്ലം. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ട മേഖലയിലെ പെരിയാർ മേഘമല നിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ വെള്ളിവൈറൻ വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭം ഏതാണ്? മേഘമല, ക്ലൗഡ് ഫോറസ്റ്റ്, സിൽവർ ലൈൻ, മേഘമല, വെള്ളിവരയൻ. ഏത് രാജ്യത്തിന്റെ കോടതിയാണ് നൊബേൽ ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനുസിന് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്? ബംഗ്ലാദേശ് കോടതി. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തിയും? രമേശ് നാരായണൻ. KP ഉദയഭാനു സ്മാരക പുരസ്കാര തുക? 11,111 രൂപയും ഫലകവും. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. പുതിയ 5 രാജ്യങ്ങൾ കൂടി ചേർന്നതോടെ ബ്രിക്സ് എത്ര അംഗ കൂട്ടായ്മയായി? 10. ബ്രിക്സ് ഉച്ചകോടി 2024ന്റെ വേദി എവിടെ? റഷ്യ. 2024 ജനുവരിയിൽ സുപ്രീം കോടതിയുടെ നിയമസഹായ കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാര്? BR ഗവായി. നാസയും ബഹിരാകാശ ഏജൻസിയായ ജാക്സയും 2024 തടികൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ്. അയോധ്യയിൽ സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആര്? അരുൺ യോഗിരാജ്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഗബ്രിയേൽ ഗാർഷിയ മാർക്കസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? S. ജയശങ്കർ. വേൾഡ് പാരാ അത്ലറ്റിക്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചതാര്? ശീതൾ ദേവി, ജമ്മു കാശ്മീർ. 2023 ജനുവരി 15 തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന രസതന്ത്ര നൊബേൽ പുരസ്കാര ജേതാവായ വ്യക്തി? മോർട്ടൻ P. മെൽഡൽ. 2022 ജേതാവ്. റഷ്യയുടെ ബഹിരാകാശ സ്റ്റേറ്റ് ഏജൻസി റോസ്കോസ്മോസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാസയുമായുള്ള ക്രോസ് ഫ്ലൈറ്റ് പ്രോഗ്രാം എന്നുവരെ നീട്ടിയതായാണ് റിപ്പോർട്ട് ചെയ്തത്. 2025 വരെ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? VS അച്യുതാനന്ദൻ. ലോക ബ്രെയിൻലി ദിനമായി ആചരിക്കുന്നത് എന്ന്?
ജനുവരി 4. ഈ വർഷത്തെ ലോക ബ്രെയിൻലി ദിന പ്രമേയം എംപവറിംഗ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. ടെലികോം ടവറിന് പകരം ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്ന സ്റ്റാർലിങ്ക് ഡയറക്ട് ടു സെൽ സേവനത്തിനായി എത്ര ഉപഗ്രഹങ്ങളാണ് സ്പേസ് എക്സ് വിക്ഷേപിച്ചത്? 6. ആദ്യമായി ഈ സേവനമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് സ്പേസ് എക്സ്. പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തനത്തിനുള്ള എൻ രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ശശി തരൂർ. എൻ രാമചന്ദ്രൻ പുരസ്കാര തുക എത്ര? 1,00,000 രൂപ. ഇന്ത്യ, UAE എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്? ഡെസേർട്ട് സൈക്ലോൺ 2024. ഡെസേർട്ട് സൈക്ലോൺ 2024ന്റെ വേദി രാജസ്ഥാൻ. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്തിടെ എവിടെയാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശ്. ICCയുടെ പുതുവർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യ 10ൽ ഇടം നേടിയ താരം വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയുടെ റാങ്ക് എത്ര? 9. റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ താരം കെയ്ൻ വില്യംസൺ, ന്യൂസിലൻഡ്. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരമാര്? SL നാരായണൻ. SL നാരായണന്റെ റാങ്ക് എത്ര? 42ാം റാങ്ക്. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 GB വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുവാനുള്ള ISROയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ഏത്? GSAT 20, GSAT N2. GSAT 20 വിക്ഷേപണം നടത്തിയ റോക്കറ്റ് ഏതാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ്. GSAT 20ന്റെ ആകെ ഭാരം 4700 കിലോഗ്രാം. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് 2024 ജനുവരിയിൽ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ടത്? നേപ്പാൾ. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് നേപ്പാൾ എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് കയറ്റുമതി ചെയ്യുന്നത്? 10,000 മെഗാവാട്ട്. എവിടെയാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത്? കവരത്തി. കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ എത്രാം നൂറ്റാണ്ടിലെ ലിഖിതമാണ് അടുത്തിടെ തെക്കൻ ഗോവയിലെ കക്കോടയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയത്? AD 10ാം നൂറ്റാണ്ടിലെ കദംബ ലിഖിതം. കാലിഫോർണിയയിൽ നടക്കുന്ന 35ാമത് പാം സ്പ്രിങ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെ? മിസ്സിസ് സുമോ ദീദി. 2024 ജനുവരി 10 മുതൽ 12 വരെ ഗാന്ധിനഗറിൽ നടക്കുന്ന 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ അതിഥിയായി എത്തുന്നതാര്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി പെറ്റർ ഫിയാല. ചെക്ക് റിപ്പബ്ലിക്കും പങ്കാളി രാജ്യമായ 10ാം ഉച്ചകോടിയുടെ പ്രമേയമെന്ത്? ഭാവിയിലേക്കുള്ള ഗേറ്റ് വേ ടു ദി ഫ്യൂച്ചർ. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴാങ്കുളം. കുവൈത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാര്?
ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് അൽ സാലിം അൽ സബാഹ്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാട്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയ വ്യക്തിയും? പ്രൊഫസർ BR കമ്പോജ്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണി. ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തിയും? M ജയചന്ദ്രൻ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുമായവും ട്രൈക്കോഡെർമയും സംയോജിപ്പിച്ച് വികസിപ്പിച്ച ഒറ്റ ഉൽപ്പന്നമേത്? ട്രൈക്കോലൈം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയുടെ പേര്? മിഷൻ 1000. മിഷൻ 1000 പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഈ വർഷം എത്ര MSMEകൾ ആണ് തെരഞ്ഞെടുക്കുന്നത്? 250. 2024 ജനുവരിയിൽ ഹൈക്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? UK. ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന റെക്കോർഡിട്ട മത്സരമേത്? കേപ്പ് ടൗൺ ടെസ്റ്റ്, ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക. കേപ്പ് ടൗൺ ടെസ്റ്റിൽ 4 ഇന്നിംഗ്സുകളിലുമായി എത്ര പന്തുകളാണ് എറിഞ്ഞത്? 642 പന്തുകൾ, 107 ഓവറുകൾ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ഏതാണ്? ദബാരി കുരുവി. ദബാരി കുരുവി സംവിധാനം ചെയ്യുന്നതാര്? പ്രിയനന്ദനൻ. ബ്ലൂംബർഗ് ആഗോള കോടീശ്വര പട്ടികയിൽ 2024 ജനുവരിയിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികനായ വ്യക്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഗൗതം അദാനി. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ അമൃത്. അമൃതിന്റെ മുഴുവൻ രൂപം? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. 2024 ജനുവരിയിൽ അന്തരിച്ച മേരി പോപ്പിൻസ് എന്ന സിഡ്നി ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ബ്രിട്ടീഷ് നടിയാര്? ഗ്ലിനിസ് ജോൺസ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.